സാറോടുണ്ടായിരുന്നോ? കോട്ടിട്ടുണ്ട്, ആളറിഞ്ഞില്ല. ഗുഡ് മോർണിംഗ്. അയാൾ പറഞ്ഞിട്ട് പോണ കേട്ടു തന്നെ കൊല്ലൂന്ന്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. മുതലാളി എന്റെ കൂടെ ഉള്ളപ്പോ അവൻ എന്നെ ഒന്നും ചെയ്യില്ല, അതെനിക്കറിയില്ലേ. അതല്ല, അതിനുമുമ്പ് തന്നെ ഞാൻ കൊല്ലും. ഇവിടെ താനൊക്കെ ഈ ഭൂമിക്ക് ആവശ്യമില്ലാത്തൊരു ഭാരമാണ്. I am only 80 kilos. ഇവിടെ തന്നെ കണ്ണൂടോ ഇപ്പൊ കാണാം. തന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിരുന്നില്ലേ, ഏതെങ്കിലും ഒരു ബാങ്കിൽ കള്ളപ്പേരുടെ അക്കൗണ്ട് തുടങ്ങി എനിക്കൊരു ലോക്കർ എടുത്ത് തരണമെന്ന്. അക്കൗണ്ട് തുടങ്ങാൻ കാശില്ല. അതിന്റെ ഇടയിലാണ് ജാമ്യം കയറി ജാമായി പോയത്. സാരമില്ല, ഞാൻ സാറിന് ലോക്കപ്പിലാക്കാം. അല്ല, ലോക്കർ എടുത്ത് തരാം. നാളെ അവസാനത്തെ ദിവസമാണ്, തെറ്റിക്കാൻ തന്നെ വെച്ചേക്കൂല. ഗോവിന്ദൻകുട്ടി, അയാളെ കണ്ട ഞാൻ കിഴക്കേ വരാന്തയിൽ നിന്ന് പൂജ ചെയ്യുന്നു. ഭഗവാനെ, ഭഗവാൻ, ഇന്നക്ക് 36 ദിവസമായി. 41 ദിവസം ധ്യാനം കഴിഞ്ഞാല് ബ്രാൻഡി കണ്ട കലി കയറും. അപ്പൊ വിസ്കിയോ? മദ്യം കണ്ട കലി കയറും. അതെന്നെ ചേട്ടനെ സമ്മതിച്ചിരിക്കുന്നു. അവാര മനഃശക്തി തന്നെ. ഭഗവാനെ, ഇയാടെ ഒരു ഒടുക്കത്തെ പൂജ. തീപ്പെട്ടി വെച്ച കാണൂല. ഉള്ള തിരിയും വിളക്കും ഒക്കെ കത്തിച്ച് തീപ്പെട്ടി മുഴുവൻ തീർക്കും. ഗോവിന്ദൻകുട്ടി, നീ നന്നാവില്ല. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? ചേട്ടാ, എന്റെ ഭാര്യ അല്പം സുന്ദരിയായപ്പോയതുകൊണ്ട് ചിലരൊക്കെ എന്റെ വാതൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട്. എന്താ ഇപ്പൊ ചെയ്യുക? ഇത്തിരി ആസിഡ് എടുത്ത് ആ സുന്ദരിയുടെ മുഖത്തൊഴുക്കി. അപ്പൊ അവളുടെ സൗന്ദര്യം പോയി കിട്ടും. തനിക്ക് സമാധാനമല്ലേ വേണ്ടു? കാലത്ത് എഴുന്നേറ്റ് ഓരോരുത്തർമാർ വരും. അമ്മ സുന്ദരിയാണ്, പെങ്ങള് ചരക്കാണ്, അച്ചാച്ചൻ അമ്മാമനെ കൊണ്ടുപോകും. ആ ഗോവിന്ദൻകുട്ടി മുറിയിലുണ്ടോ? അവനൊരു തീപ്പെട്ടിക്കുള്ളി അന്വേഷിച്ച് തെണ്ടി ഇറങ്ങാനുണ്ടു. താൻ അവനെ കണ്ടാ പറഞ്ഞേരെ, ഞാൻ അവനെ കണ്ടാ എടുത്ത് കോണ കൊടുക്കുന്നു. കോണകെടുക്ക്. അങ്ങനെ ഒരു സാമാനം ഉണ്ട്, കാണണോ? വേണ്ട. എന്റെ കാര്യം എന്തായി? എന്താവാൻ? 41 ദിവസം കഴിഞ്ഞ് തമ്പുരാനെ കണ്ട് സമസ്ത അപരാധം പറയും. അദ്ദേഹം ക്ഷമിക്കും. അവൻ എങ്ങോട്ട് പോയടോ? കാളയെ കയറൂരി വിടുന്ന പോലെ കാലത്ത് വിടുന്ന് പോകും. താൻ ആ ബസ് സ്റ്റാൻഡിലെങ്ങാൻ പോയി നോക്ക്. ആരോ കെട്ടിടത്തിന്റെ മുകളിൽ ചാടിയാ എന്താ കാര്യം? പറയാൻ പറ്റില്ല. നെഞ്ചത്ത് കയറി എന്ന് പറയണോ? എന്താ കാര്യം പറയണോ? അതല്ല, നാണം കേട്ട കേസാ. എവരോ ഇയാളുടെ ഭാര്യയും കൂടെ. നിനക്ക് ചെയ്യാല്ലേ? അടിച്ച് ക്ഷേപിക്കാൻ മതി. അദ്ദേഹത്തിന്റെ പല്ല് കുത്തി മണപ്പിച്ച് നാറ്റ കേസാകണ്ട. കാര്യത്തിന്റെ ഗൗരവം എത്രയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു തീരുമാനം എടുക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ? കാശു ആ ബാഗിലായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തന്റെ ജോലിയും വിസയും റെഡിയാ. പക്ഷെ കാശില്ലാതെ ഒന്നും നടക്കില്ല. സർ, അടുത്ത ആളെ വിളിക്കേ. സർ, തന്റെ ക്വാളിഫിക്കേഷൻ കണ്ടാ വിളിപ്പിച്ചത്. അടുത്ത 21-ാം തീയതി വരെ സമയമുണ്ട്. അതിനകം കാശ് കൊണ്ടുവന്നാ മതി. സാർ, പോടോ. ഓ, വെറുതെ ആളെ മെനക്കെടുത്താതെ. ഇതാ മാക്രി ഗോവിന്ദനല്ലേ? മാക്രി, വിചാരിച്ചല്ലോ. കുത്തി നിന്റെ കൊടലെടുത്ത് മാലയിട്ട് ഞാൻ തുള്ളും. ഞാൻ തന്നേക്കാം. എന്റെ പട്ടിക വേണോടാ? നീ ആർക്ക് വേണേലും കൊടുത്തോ, ഞാൻ തന്നേക്കാം. എനിക്കൊരു അബദ്ധം പറ്റി പോയതാ. അബദ്ധം പറ്റി എനിക്കാടാ. ഓർമ്മയുണ്ടടാ, ട്രഷറിയിൽ നിന്ന് അച്ഛന്റെ പെൻഷൻ കാശും വാങ്ങി പുറത്തിറങ്ങിയ ഞാൻ കൊട നിവർക്കാൻ വേണ്ടി ഒരു നിമിഷം ആ കാശ് നിന്നോടൊന്ന് പിടിക്കാൻ പറഞ്ഞു. ഞാൻ കൊട നിവർക്കുന്ന സമയം നോക്കി ആ കാശും കൊണ്ട് നീ ഏതോ ഫാസ്റ്റ് പാസിന് കയറി എങ്ങോട്ടാ പറഞ്ഞു. പിന്നെ ഞാൻ നിന്നെ കാണുന്നത് ഇവിടെ വെച്ചാ. ആ ഒരു മാസം എന്റെ വീട്ടുകാര് അരവേരലാടാ കഴിഞ്ഞതറിയോ? ആ നിന്നെ ഞാൻ ഓർമ്മയുണ്ട്. അന്നത്തെ എന്റെ അവസ്ഥ നിനക്കറിയായിരുന്നല്ലോ. കട്ടോ മോട്ടിച്ചോ നാട് പിടിയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. നടന്നതൊക്കെ നടന്നു. നിനക്കിപ്പോ എന്നെ കുത്ത് കൊല്ലടാ. ഇപ്പൊ നിന്നെ കൊല്ലുന്നതിലും നല്ലത് ഞാൻ സ്വയം കുത്തി ചാവുന്നതാ. അതാ എന്റെ ഗതി. എനിക്ക്
എന്തായാലും എൻ്റെ അച്ഛൻ്റെ പെൻഷൻ കാശ് കൊണ്ട് നീ ഇത്രയും വലിയ ആളായില്ലേ. ആ നന്ദി എന്നോട് കാണിക്കാനുള്ള ഒരു അവസരം ഞാൻ തരാം. നീ വിചാരിക്കുന്നത്ര വലുതൊന്നും ആയിട്ടില്ല. ഈ കോട്ടും സൂട്ടും ഉൾപ്പെടെ എല്ലാം വാടകയ്ക്കാ. അപ്പൊ ഇത്ര നാൾ ഇവിടെ ചില ചെറിയ തട്ടിപ്പുകളൊക്കെ നടത്തി നോക്കി, രക്ഷയില്ല. അപ്പോഴാണ് ഈ ജോലിയോട് കൂടിയ വിസയെ പറ്റി കേട്ടത്. ഒരുത്തിന് ജാമ്യം കിട്ടാൻ ഓഫീസിൽ നിന്ന് തന്നയിച്ച പണം പറ്റിച്ച് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അടച്ചു. ഇനി എങ്ങനെയെങ്കിലും ബാക്കി കൂടെ അടച്ച് ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടണം. ഇപ്പൊ അത്രേ ചിന്തിക്കുന്നുള്ളൂ. അതിന് ഞാനൊരു കടുങ്കൈ ചെയ്യാൻ പോവാ. എന്താ? അതൊക്കെ പിന്നെ പറയാം. താല്പര്യമുണ്ടെങ്കിൽ നിനക്കും കൂടാം. എന്ത് ചെയ്യണമെന്നൊരു പിടിയും കിട്ടാത്ത നിലയിലാണ് ഞാൻ. കടക്കാരെ കൊണ്ട് പൊറുതുമുട്ടിയപ്പോൾ അമ്മ അടുക്കള ജോലിക്ക് വരെ പോകാൻ തുനിഞ്ഞതാ. പിന്നൊന്നും ചിന്തിച്ചില്ല. വേറെ നിവർത്തിയില്ലാത്തോണ്ട് ചെയ്തതാ മോനെ. നിവൃത്തിയില്ലാന്ന് പെണ്ണിനെ എന്റെ തലയിൽ കെട്ടി വെക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. ആദ്യം കാശ് തരാന്ന് പറഞ്ഞു, അത് കിട്ടിയില്ല. പിന്നെ വീട് തരാന്ന് പറഞ്ഞു, ഇപ്പൊ അതും പണയം വെച്ചു. ജോലിയോട് കൂടിയ വിസയാണ്. 1 ലക്ഷം രൂപയ്ക്ക് ഇപ്പം ഞാൻ എവിടെ പോകാനാ? ജോലി കിട്ടിയ 2 വർഷത്തെ ശമ്പളം മതി ഈ കടം വീട്ടാൻ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, കടമൊക്കെ വീട്ടി കാര്യങ്ങളൊക്കെ ശരിയാണവരെ പെണ്ണിവിടെ നിൽക്കട്ടെ. ആ നിന്നോട്ടെ. അപ്പൊ എന്റെ ജീവിതത്തെക്കാൾ ഏട്ടന് വലുത് ഏട്ടന്റെ വിസയാണല്ലേ? വിസ വാങ്ങി ദുബായിൽ പോയി കൊട്ടാരം കെട്ടി വാഴാനല്ല ഞാൻ പോകുന്നത്. എന്തെങ്കിലും പണി ചെയ്ത് 10 കാശുണ്ടാക്കിയില്ലെങ്കിൽ ഈ വീടും പറമ്പും കൂടെ കടക്കാർ കൊണ്ടുപോകും. നിന്റെ അമ്മയും പെങ്ങളും ചേട്ടനും കൂടെ തെരുവിലിറങ്ങി തെണ്ടേണ്ടി വരും. അത് കാണാനാണ് നിനക്ക് മോഹമെങ്കിൽ ഞാൻ പോണില്ലെന്ന് വെക്കാം. വിധി ഇപ്പൊ എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുക. ഇനി എന്തെന്നൊരു ചോദ്യമായിട്ട്. നിന്റെ കഥ കേട്ടിട്ട് എനിക്ക് സഹതാപമൊക്കെ തോന്നുന്നുണ്ട്. ഇതിപ്പോ ഉരുളിയെന്ന് മദ്ദളത്തിനോട് പറയുന്നത് പോലെ എന്റെ കാര്യം നിനക്കറിയാമല്ലോ. കൂട്ടുകാരനെ കൊണ്ട് പെങ്ങളെ കെട്ടിച്ചിട്ട് അവൻ പണവും പണ്ടവും തട്ടിയെടുത്ത് പെണ്ണിനെയും പറ്റിച്ചിട്ട് പോയി. അവൾ ആത്മഹത്യ ചെയ്ത് അന്ന് ഞാൻ മറന്നതാ ഈ സത്യവും ധർമ്മവും ഒക്കെ. വീട്ടിലേക്ക് വിളിക്കാനുള്ള ധൈര്യം പോലും ഇല്ല. അമ്മ ഇതെല്ലാം അറിഞ്ഞ വെറുതെ അവരെ കൂടെ വിഷമിപ്പിക്കുന്നതിന് നീ നീ ദുബായിലാണെന്ന് പറ. ജോലി കിട്ടാൻ കുറച്ച് കാലം കൂടെ എടുക്കും, അപ്പം വീണ്ടും വിളിക്കാമെന്ന് പറ. അവരെങ്കിലും മനസ്സമാനമായിട്ട് കിടന്ന് ഉറങ്ങട്ടെ. അങ്ങനെ കള്ളം പറഞ്ഞിട്ട് പിന്നത്തെ കാര്യം പിന്നെ. നീ ഇപ്പൊ വിളി, ഇങ്ങോട്ട് വന്നേ. തമ്പുരാന് തെറ്റിയില്ല. കൊച്ചുമോൻ 7-ാം തീയതി തന്നെ വരുന്നെന്നാ എഴുത്തില്. 7-ാം തീയതി ആണോ 9-ാം തീയതി ആണോ എന്നൊരു സംശയം വന്നു. അതാ എടുത്തുകൊണ്ട് പിന്നെ ഇറങ്ങിയത്. ഏത് ഫ്ലൈറ്റ് ആണ്, അതിന്റെ നമ്പർ എത്ര ആണ്, അതും കൂടെ ഒന്ന് നോക്കിയാട്ടെ. ഒരു പാക്കറ്റ് ഗോൾഡ് ഫ്ലേക്ക്. അവിടെ നിൽക്ക്. BA 424 ബ്രിട്ടീഷ് എയർവേസ്. 424 ബ്രിട്ടീഷ് എയർവേസ്. ആ എന്നാ വരട്ടെ തങ്ക. ശരി തമ്പി. വിവരക്കേട് നിന്റെ കൂടപ്പറപ്പ. തമ്പുരാൻ എഴുത്ത് വായിക്കുന്നതിനിടയ്ക്ക് അവന്റെ ഒരു ഗോൾഡ് ഫ്ലേക്ക്. ഈ മാസം പച്ചടൽപ്പം കൂടുതലാ. 1-ാം തീയതി കഴിഞ്ഞാൽ 10 പൈസയുടെ സാധനം ഞാൻ നിനക്ക് തരത്തില്ല. ഒരു കാർ ആക്സിഡന്റ് 2 കണ്ണും പോയതാ. ഇയാളെയും ഇയാളുടെ ഭാര്യയുടെ രണ്ടും പൊട്ടക്കണ്ണന്മാരാ. ഊത്ത കാശാ. ചെമ്പൂരാ താമസം. ഒരു കാലത്ത് ഈ തെരുവിന്റെ പകുതി ഇവരുടേതായിരുന്നു. നാട്ടിലുള്ള ഏതോ രാജകുടുംബത്തിന്റെ താവഴിയാ. കൊട്ടാരം പോലൊരു വീടുണ്ട്. നിനക്കറിയോ ഇവരെ? ഒരിക്കലൊരു പൂട്ട് നന്നാക്കാൻ പോയ കണ്ടിട്ടുണ്ട്. പൂട്ടെന്ന് കേട്ടിട്ടില്ല? അത് നന്നാക്കാൻ പോയപ്പോ കണ്ടിട്ടുണ്ട്. ഇയാടെ ഒരു കൊച്ചുമോൻ അമേരിക്കയിലുണ്ട്. ഈ അടുത്ത കാലത്ത് വരുമെന്നാ ഹിന്ദി പിള്ളേർ എടുപ്പിക്കരുത്. തലേ കയറി ഇരിക്കുവേ. കളഞ്ഞിട്ട് വാ. ഈ ചെറിയ കുടിയാണ് ഗോവിന്ദൻകുട്ടി ചക്രവർത്തിയുടെ കൊട്ടാരം. നിനക്ക് വേണേ മൂലയെ കിടക്കാം. അപ്പൊ ഈ കട്ടില്ല? അതാ പൊതുവാളിന്റെ. അയാൾ ഏതോ അമ്പലത്തിൽ ഭജന ഇരിക്കാൻ പോയിരിക്കുക. എപ്പോഴാ വന്ന് കയറുന്നെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ നിനക്ക് ഋത്തിക് റോഷന്റെ കൂടെ വരാന്തേ കിടക്കാം. ഋത്തിക് റോഷനാ? ആ, അപ്പുറത്തെ ചാവാലിപ്പട്ടിക്ക് പിള്ളേരിട്ടിരിക്കുന്ന പേരാ. അപ്പൊ കക്കൂസും കുളിമുറിയൊക്കെ? കുളി നമ്മളിപ്പോ കണ്ട ടാങ്കിലാവും. കക്കൂസ് ഇതിന്റെ പുറകിൽ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്. അതിന്റെ പുറത്ത് കയറി ഇരുന്നാ മതി. അയ്യോ പൊത്തൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. ഇത് ബോംബെ ആണ്. ഇവിടെ ഇത്രയും സൗകര്യം കിട്ടുന്നത് തന്നെ മഹാഭാഗ്യവന്മാരുടെ ലിസ്റ്റിൽ പെട്ടതുകൊണ്ടാ. 2 അടിച്ചിട്ട് ചെകുത്താനെ പ്രാർത്ഥിച്ചിടന്ന് ഉറങ്ങാൻ നോക്കും. ചെകുത്താനെ? അതേടാ, ഇക്കാലത്ത് ദൈവത്തിനെ ഒന്നും പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ ചെകുത്താനാ സ്ട്രോങ്.